നിങ്ങൾ ലൈഫിൽ എവിടുന്നെങ്കിലും നിങ്ങളെ ആട്ടി ഓടിക്കപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ പിന്തിരിഞ്ഞ് നടന്നിട്ടുണ്ടോ? ഇത് രണ്ടും സംഭവിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ഇത് രണ്ടിൻ്റെയും കാരണം ചിലപ്പോൾ കോമൺ ആയിരിക്കും. അത് തീർച്ചയായിട്ടും നമുക്ക് ചിലയിടത്ത് വാല്യൂ കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ വാല്യൂ കൊടുത്തിട്ടില്ല. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാകും. കാരണം നമ്മളൊരു വ്യക്തി എന്ന രീതിയിൽ നമ്മൾ പ്രകടമാകുന്ന ചില നമ്മുടെ സ്വഭാവവിശേഷങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമ്മളിൽ നിന്ന് ചില ഒരു പരിഗണനകൾ പ്രതീക്ഷിക്കുന്നുണ്ടാകും, ചിലതൊക്കെ നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ലൈഫിൽ എപ്പോഴും ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നവരായിരിക്കണം. ആ വാല്യൂ നമ്മളിൽ പ്രകടമായിരിക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് മറ്റുള്ള ഇൻഫ്ലുവൻസ് ചെയ്യാനോ മറ്റുള്ളവരൊക്കെ വാല്യൂ കൊടുക്കാൻ കഴിയാത്തവരാണെങ്കിൽ അവർ നമ്മളോടൊപ്പം ആക്സസ് ചെയ്യില്ല. കാരണം നമ്മുടെ സറൗണ്ടിങ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല, നമ്മുടെ നാച്ചുറൽ പ്രകൃതി നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. ഒരു മൂല്യം കാണാതെ നമ്മളൊരു ലൈഫിൽ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ എന്തൊക്കെ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നു എന്നല്ല, നമ്മൾ ഓരോ കാര്യത്തിൽ ഇടപെടുമ്പോഴും അത് എന്തിനായിരിക്കണം, ആ വാല്യൂ നമ്മൾ എന്താണ് സമൂഹത്തിലേക്ക് കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ ലൈഫിന് ഒരു പർപ്പസ് ഉണ്ടാവുള്ളൂ. നമുക്ക് പലപ്പോഴും ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും, ഒരു വീട് വെക്കണം, കാറ് മേടിക്കണം എന്നൊക്കെ ഉണ്ടായിരിക്കും, ഫിനാൻഷ്യൽ ഗ്രോത്ത് എല്ലാം നമ്മൾ കാണുന്നതാ, എഡ്യൂക്കേഷൻ ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷെ നമ്മൾ ഓരോ ക്വാളിഫൈഡ് ആവുന്ന സമയത്തും നമ്മൾ എന്ത് വാല്യൂ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ചില സമയത്ത് നമ്മൾ ചെന്നിട്ട് എന്ന് പറയുന്നത് നമ്മളെ ചിലർ ആട്ടി ഓടിക്കും. ഇല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ചെന്ന് പലപ്പോഴും ആ വാതിൽ മുട്ടിയിട്ടും അവർ തുറക്കാതിരിക്കുമ്പോൾ നമ്മൾ നിരാശരാകും. അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ വാല്യൂ കിട്ടാത്ത ഇടങ്ങളിൽ നമ്മൾ പോയിട്ട് ഒരിക്കലും അവിടെ യാചിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. വാക്കവേ അത് ഒഴിഞ്ഞു മാറും. നമുക്ക് വാല്യൂ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, സറൗണ്ടിങ്സ് ഉണ്ട്, അത് കണ്ടെത്തുക എന്നുള്ളത് പ്രധാനം. കാരണം അത് പലരും ശ്രമിക്കാറില്ല. എനിക്ക് വാല്യൂ കിട്ടുന്ന ഇടങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം, പല ആളുകൾ നമുക്ക് നമ്മുടെ സമൂഹത്തിലൊക്കെ ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ അല്ലേ, ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ഹൈ ക്ലാസ്. ഈ ഹൈ ക്ലാസ് ആളുകൾ എന്താ പ്രതീക്ഷിക്കുന്നത്? അവർക്ക് വാല്യൂ കിട്ടുന്നിടത്ത് അവർ ഏൺ ചെയ്യുന്ന ക്വാളിഫിക്കേഷൻസ് അനുസരിച്ച്, അവർക്ക് കിട്ടുന്ന ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് അവർക്ക് വാല്യൂ കിട്ടണം. വാല്യൂ കിട്ടിയില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും അവിടെ പോവില്ല. എന്ന പോലെ നമ്മളെ പരിഗണിക്കേണ്ടവിടത്ത് പരിഗണിക്കുക വേണം പലരെയും. അപ്പോൾ നമ്മുടെ സമൂഹം അതിൻ്റെ വേർതിരിവുണ്ടാക്കിയിരിക്കുക. ഇതെല്ലാം വാല്യൂ ഡിപ്പെൻഡാണ്. അപ്പോൾ നമ്മൾ എന്താണ് സമൂഹത്തിൽ കൊടുക്കുന്ന വാല്യൂ എന്ന് നമുക്ക് തിരിച്ചറിവില്ലെങ്കിൽ, ആ ഒരു കഴിവ് നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ, ക്രിയേറ്റ് ചെയ്യണം. കാരണം ആ ഒരു വാല്യൂ സിസ്റ്റത്തിനൊപ്പം നമുക്ക് പല വിശ്വാസധാരകളുണ്ട് അല്ലേ, ബിലീഫ് സിസ്റ്റംസ് ഉണ്ട്. നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ സമൂഹത്തിലും, നമ്മുടെ റിലീജിയനൊക്കെ തുറക്കുന്ന പല ബിലീഫ് സിസ്റ്റംസ് ഉണ്ട്. അതിൽ നിന്നാണ് നമ്മൾ മൂല്യങ്ങളെ കണ്ടെത്തിയിട്ട് കൊണ്ട് അത് പ്രകടമാക്കുന്നത്. ആ പ്രകടമാക്കുന്ന ഒരിക്കലും മറ്റുള്ളവനെ വിദ്വേഷപരമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവനെ നമ്മൾ ഹനിക്കുന്ന രീതിയിലൊന്നും ആകരുത്. പലപ്പോഴും പല ആളുകൾ ചർച്ചയിലേക്ക് ഇടപെടുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവൻ്റെ ആ സ്വഭാവം, അവൻ്റെ സംസാരം കണ്ടറിയും അവനൊരു മൂല്യമില്ല എന്നുള്ളത്. മാത്രമല്ല, അവൻ ഒരു വ്യക്തി കാരണം ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ, ഒരു പാർട്ടിയോ ജനാധിപത്യപരമായുള്ള പാർട്ടികളെയോ എല്ലാം തന്നെ, രാഷ്ട്രീയ പാർട്ടി ആയാലും മതപരമായ കാഴ്ചപ്പാടെ എല്ലാം തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. കാരണം അവൻ അവിടെ ഒരു മൂല്യം കൊടുക്കാതെയാണ് അവൻ ഇടപെടുന്നത്. അപ്പം നമ്മൾ മറ്റുള്ളവനെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മൂല്യങ്ങൾ എവിടെയും പ്രകടിപ്പിക്കേണ്ടത്. ആ പ്രകടമാകുന്ന കാര്യങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും നമ്മുടെ സമൂഹത്തിലേക്ക് നാച്ചുറലായി ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എവിടെ അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഒന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല, വാല്യൂ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് വാല്യൂ കിട്ടിയില്ല എന്നതിനർത്ഥം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിരാശപ്പെട്ട് മാറുന്നില്ല, അതിനെ ക്രിയേറ്റ് ചെയ്യുക. കാരണം ഇതൊരു ലൈഫ് സ്കില്ലാണ്. വാല്യൂസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനെ പോപ്പപ്പ് ചെയ്തുകൊണ്ട് അതിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ലൈഫിൽ മൂല്യങ്ങൾ ഒരിക്കലും വൺസ് വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കണമെന്നില്ല. നമുക്കൊരാൾ പകർന്നു തന്നാൽ നമ്മൾ ആർജിച്ച മൂല്യത്തിനെ നമ്മളെപ്പോഴും എൻഹാൻസ് ചെയ്യാൻ ശ്രമിക്കണം. എൻഹാൻസ് ചെയ്താൽ സ്വാഭാവികമായിട്ട് അത് നമ്മുടെ ലൈഫിൽ പ്രകടമാകും, നമ്മുടെ ക്യാരക്ടറിൽ, പേഴ്സണായിട്ട് എല്ലാം പ്രകടമാകും. കാരണം ഒരാൾ പറയും, നമ്മൾ ചില ആളുകളെ കണ്ട ബഹുമാനം കൂടി എഴുന്നേരും, നമുക്ക് വേറൊരു ഡിപ്പെൻഡൻസ് അദ്ദേഹത്തിന് ഉണ്ടാവില്ല. പക്ഷെ അവരെ കണ്ടാൽ നമ്മൾ പറയും മറ്റാളുകളിൽ നിന്ന് പറഞ്ഞു കേട്ടതായിരിക്കും. എന്നാൽ പോലും അങ്ങനെ വാല്യൂ നമ്മുടെ സമൂഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഫാമിലിയിൽ നിന്ന് തുടങ്ങട്ടോ. കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് വാല്യൂ കിട്ടിയെങ്കിൽ അത് പുറത്ത് നമുക്ക് വേറെ രീതിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുടുംബത്തിൽ ഇല്ലാത്തത് പുറത്തുണ്ടാക്കാൻ പറ്റുമോ? ചിലർ അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട്, പക്ഷെ ഒരു വാല്യൂ വീട്ടിലുണ്ടാവില്ല. അപ്പോൾ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും ബോധവും അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യാന്ന് മാത്രമല്ല, അതിന് നമ്മൾ പരിശീലിച്ചുകൊണ്ട് അതൊരു ഹാബിറ്റ് ആക്കുക. അതിന് എന്തെല്ലാം നമ്മൾ എങ്ങനെയൊക്കെ ഇടപെടുന്നോ, എങ്ങനെയൊക്കെ നമ്മൾ സമീപിക്കുന്നോ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കലും ആട്ടി അഴക്കപ്പെടുന്നവരാകരുത്. നമ്മളെല്ലാവരും സ്വീകരിക്കുന്ന നിറഞ്ഞ മനസ്സോടുകൂടി നമ്മൾ സ്വീകരിക്കുന്ന ഒരു ലൈഫിലെ ഒരു വലിയൊരു ക്യാരക്ടർ, നല്ല പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാൻ നമുക്ക് എപ്പോഴും സഹായിക്കുന്ന ഒരു മികച്ച സ്കില്ലാണ് വാല്യൂ കൊടുക്കുക എന്നുള്ളതും. തിരിച്ചെടുക്കാൻ കൊടുത്താൽ തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും.